ഞാനും മൈനസും കൂടി നേരെ പോകുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാട്ടോ. ഏകദേശം ഒരു 5 മണിക്കാട്ടോ ഞങ്ങളീ പോകുന്നത്. ആ ഒരു സമയത്ത് നല്ല ചൂടും വെയിലും ഒക്കെ ആയിരുന്നേ. ഞാനിതിന് മുന്നേ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഷേറിൻ്റെ വീട്ടിൽ നിന്ന് വെറും നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക്. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ പിടിക്കുന്നത് കാണേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഇതിന് മുന്നേയും ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ പോയിട്ട് മീൻ പിടിക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ. ഇത് വൈകിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഷാഡിനും ഫ്രണ്ട്സും കൂടി ഉച്ചയ്ക്ക് 2:30 മീനിനെ പിടിക്കാൻ പോയതാട്ടോ. അപ്പം ഞാനും മൈനൂസും കൂടിയിട്ട് ഷാഡിൻ്റെ വീട്ടിലെത്തിയ പാടന്നെ നേരെ ബാഗും അവിടെ വെച്ച് ഇവിടത്തേക്ക് വന്നതാണ്. എത്ര മീനിനെ കിട്ടി, എന്താണ് അവസ്ഥയെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. അവിടെ എത്തി നോക്കുമ്പോൾ ഓരോ മുക്കും മൂലയിൽ ഇരുന്നിട്ട് ഓരോരുത്തർ ഇതുപോലെ ഇങ്ങനെ മീനിനെ പിടിക്കുന്ന ഒരു കാഴ്ചയാട്ടോ കാണാൻ പറ്റിയത്. ഇത്രയും വെയിലത്ത് ഇങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവരിത് പിടിക്കുന്നത്. പക്ഷേ ഇവർക്ക് ഇതൊരു ഹോബിയാണല്ലോ. ഞങ്ങളവിടെ എത്തിയ സമയം കറക്റ്റ് ടൈമായിരുന്നു. ഷേറിൻ്റെ വലതേ വലിച്ചിങ്ങനെ കയറ്റുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാട്ടോ എത്തിയത്. ഞാൻ പറഞ്ഞു നല്ല വെയിലാന്ന്, എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ കാണുമ്പം അത്യാവശ്യം മീനൊക്കെ ഉള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വലിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ, എന്താണ് മീൻ കിട്ടിയ അവസ്ഥ എന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒത്തിരി മീൻ കിടപ്പുണ്ട്. എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത് ദേ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ദേ ഒരു കുട്ടി സ്രാവിനെ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ഇതിനേക്കാളും ചെറിയൊരു സ്രാവും കുട്ടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ മീനുണ്ട്, കുറേ മീനിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല. ഇത് ഇച്ചിരി വില കൂടിയ മീനാണ് കേട്ടോ. മാമി എന്ന് പറയും. ഈ മീനിനെ കിട്ടേണ്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് പോയിട്ട് വലയിടുന്നത് തന്നെ. കാരണം ഇത് അത്രയും ടേസ്റ്റുള്ള ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള മീൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മീനും ഞണ്ടും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓരോന്നും വലയിൽ നിന്ന് ഇങ്ങനെ അഴിച്ചെടുത്ത് നമ്മൾ ഒരു സഞ്ചിയിൽ ഇങ്ങനെ ആക്കി വെക്കും. അപ്പം ഞണ്ടൊക്കെ ഇവരിങ്ങനെ അഴിച്ചിട്ട് ജസ്റ്റ് പുഴിയിൽ ഇങ്ങനെ വലിച്ചെറിയുക ചെയ്യുക. അപ്പം ഞങ്ങളുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇതൊക്കെ എടുത്തിട്ട് ഈ സഞ്ചിയിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം മുഴപ്പിലങ്ങാട് ബീച്ചിൽ ഉള്ളിൽ വണ്ടികളൊന്നും എല്ലാവിടെ അല്ല, ഡ്രൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം കടൽ ഏറ്റത്തിൻ്റെ ഒരു സമയമാണ്. അതുകൊണ്ട് ഈ ഒരു ക്ലൈമറ്റിൽ നല്ല മീനും ഉണ്ടാകും കേട്ടോ. ഈ ഒരൊറ്റ കൊഞ്ചനെ കണ്ടോ, ഒരു അടിപൊളി വലിയ വെള്ള കൊഞ്ചനാട്ടോ കിട്ടിയത്. ഇതൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ ഇനി വീട്ടിലെത്തിയിട്ട് വേണം ഇതിനൊക്കെ ഒന്ന് സെറ്റാക്കി കഴിക്കാനായിട്ട്. അപ്പോഴും ചേട്ടൻ്റെ വേറൊരു ഫ്രണ്ടിൻ്റെ വല വലിച്ചിട്ടുണ്ടായേ. അപ്പോൾ അതിനും പോയിട്ട് ചേട്ടൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതുപോലെ കുറേ കുഞ്ഞു മക്കളും ഉണ്ടാകും കേട്ടോ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ ഒരുപാട് കുട്ടി മീനും ഉണ്ടായിരുന്നു. പിന്നെ കുറേ വലിയ ഞണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു വലേൻ്റെ പേര് തന്നെ എന്തോ സാരി വല അങ്ങനെ എന്തൊക്കെയാണ്, എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ. സാരി പോലെ ഇരിക്കുന്നുണ്ട് ഇത് കാണാനായിട്ട്. പിന്നെ ഇതിനകത്താണെങ്കിൽ ഈ വലിയ ഞണ്ടിട്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ഞണ്ടിൻ്റെ ഒക്കെ പേരെന്തോ സിമ്രാൻ ഞണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതൊരു കക്കൂമൻ എന്ന് പറഞ്ഞൊരു മീനാട്ടോ. കാണുമ്പോൾ തെരണ്ടിയും അതുപോലെ തന്നെ സ്രാവിൻ്റെ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സൈസ് പോലത്തെ ഒരു മീനായിരുന്നേ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ഇത്രയും മീനായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നേ. അന്ന് രാവിലെ വന്നിട്ട് കിട്ടിയതിനേക്കാൾ എത്രയോ കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഇതിനെടുത്ത് ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ടാണോ എന്നറിയില്ല. ഒരു കൂട്ടർ വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞണ്ടിനൊക്കെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ലാസ്റ്റ് മനസ്സോട് കൂടിയിട്ട് കുറച്ച് ഞണ്ടിനെ അങ്ങ് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോഴേക്ക് സമയമൊക്കെ ഇതേ സന്ധ്യയായി, നല്ല മഴക്കാറും വെച്ചിട്ടുണ്ട്. കുട്ടികൾ ഇതുപോലെ കളിക്കുന്നുമുണ്ട്. അപ്പം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.